അതെ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചു ചോദിക്കാതെ ഇൻഫർമേഷൻ ഓഫീസറല്ല, വില്ലേജ് ഓഫീസറാ. നിങ്ങൾക്ക് കാര്യങ്ങൾ സാധിക്കാണ്ട് ഇവിടെ വരണം, ഓഫീസിൽ നേരിട്ട് വരണം. ആ വെച്ചോളി. ആ എന്തായിരുന്നു? ആ സാക്ഷി വരാൻ വന്ന ആൾക്കാരാ? ഇരിക്കി. വേണ്ട സാർ, ഞങ്ങൾ ഇവിടെ നിന്നോളാം. ആ എന്താ എന്താ പേര്? ഉണ്ണി. ഉണ്ണി. ആ സാർ. നിങ്ങൾ ഈ മരിച്ച ആളായിട്ട് എന്താ ബന്ധം? മരിച്ചോ? ആര് സാർ മരിച്ചു? ഈ മരിച്ചവർക്ക് സാക്ഷി പറയാൻ വന്നല്ലേ നിങ്ങള്? അതെ സാറേ. മരിച്ചയാളെ അറിയില്ലേ? ഓ അതെ സാറേ. ആരാ മരിച്ചത്? സാർ സാക്ഷി പറയുന്ന ആള് അല്ല, സാക്ഷി ഈ മരിച്ച ആളുടെ പേരറിയോ? ആ സാർ. എന്താണ്? സദാശിവൻ. സദാനന്ദൻ. സദാനന്ദൻ. ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കോ, സദാനന്ദനാണോ സദാശിവനാണോ? സാറേ അത് ഒരു ചെറിയ 2 വാക്കിന്റെ വ്യത്യാസമായിരുന്നു സാർ. ഈ 2 വാക്കിന്റെ വ്യത്യാസം ഇവിടുത്തെ ഫയലിൽ വരുമ്പോ വലിയ വ്യത്യാസമാവും, അതാ പറയണത്. വലിയ ശരി സാർ. എന്താ എന്റെ പേര്? ആര് സാറേ? എന്റെ പേരെന്താ? എൻ്റെ പേര് ഉണ്ണി. എവിടെ എന്റെ സ്ഥലം? ഞാൻ കാസർഗോഡ് മഞ്ചേശ്വരത്തിന്. ഓ, നമ്മളെ കേരളത്തിന്റെ അങ്ങേ അറ്റം. അറ്റത്ത് അല്ല സാറേ, ഒരു 3/4 കിലോമീറ്ററിന്റെ ദൂരമുണ്ട് ഡിഫറൻസ് രണ്ടും കൂടിയിട്ട്. എന്താ തമാശയാക്കുക? അല്ല സാറേ. അയ്യോ അല്ല. എത്ര മക്കളുണ്ട്? മക്കളില്ല സാറേ. മക്കളില്ലേ? ഇല്ല. സദാനന്ദനാ? സദാനന്ദന് മക്കളുണ്ട് സാറേ. പിന്നെ ആർക്കാ മക്കളില്ലാത്ത? എനക്കാണ് മക്കളില്ലാത്ത സാർ. ഈ സദാനന്ദൻ എത്ര മക്കളാ? 3 മക്കളാണ് സാർ. എന്തൊക്കെയാ 3 മക്കളുടെ പേര്? 3 മക്കളുടെ പേര്, ഒന്ന് മന്മഥൻ, ആ പിന്നെ മണ്ടോദരി, പാരിജാതം. പാരിജാതം? പാരിജാതം. പാരിജാതം ഒരു പൂവല്ലേ? അതിനെ പൂവിന്റെ പേര് തന്നുമാവന്റെ പേര്. ആവശ്യമില്ലാത്തടത്ത് ബൂജ് ഇട്ടിട്ട് കയ്യൊന്നും കൂടി കാണിക്കും. മണ്ടോദരി, പാരിജാതം. എന്റെ വില്ലേജ് ഓഫീസിൽ കോപ്പി അടിക്കാൻ വന്ന ആണോ? അല്ല സാർ, അത് പേര് നമുക്ക് എപ്പം കിട്ടണമെന്നില്ലോ സാറേ പറയുമ്പോ. അപ്പൊ എഴുതി വെച്ചു. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അന്നപ്പോ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചാണ്ടല്ലോ അഴി എണ്ണു. എന്തിനു സാറേ? കള്ളസാക്ഷി പറയാൻ വന്നേന്. അയ്യോ, കള്ളസാക്ഷിയല്ല, സാക്ഷി പറയാൻ. ഈ സത്യം പറയാ, ആ വീടും കുടുംബക്കാരായിട്ട് എനിക്ക് എന്താ ബന്ധം? ഒരു 500 രൂപേന്റെ ബന്ധം ഇല്ലു. 500 രൂപന്റെ ബന്ധം? എന്താ അത്? അത് സാക്ഷി പറയാൻ പറഞ്ഞു. അപ്പൊ ഒരു 500 രൂപ വന്നു. ഇത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാല് ഞാൻ ഫ്രീ ആയി സാറേ. എന്നാ ചെല്ല്, ആ കൊടുത്ത് ഫ്രീ ആയിക്കാള്. ഇനി ഇമാരി വേലയായിട്ട് ഇങ്ങോട്ട് വരരുത് കേട്ടോ. ഇല്ല, ഒരു വില്ലേജ് ഓഫീസാ അത്. ഒരിക്കലും വരില്ല. പറ്റിപ്പോയി സാറേ. ഞാനും അതാ ഓർക്കുന്നു സാറേ, ഞാൻ ഇങ്ങനെ ഒരു ആളെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഓരോരുത്തർ ഇറങ്ങിയേക്കണത്. അതെ അതെ. നിങ്ങളെ പേരെന്താ? സുഗതൻ. നിങ്ങൾക്ക് ഈ കുടുംബത്തിന് അറിയോ? എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ ആ വീട്ടിലാണ്. മക്കളൊക്കെ എൻ്റെ കൂട്ടുകാരാണ്. മരിക്കുമ്പോ ഈ സദാനന്ദൻ എത്ര പ്രായമുണ്ട്? അത് കൃത്യമായിട്ട് അറിയില്ല. ഒരു 75-80 വയസ്സിൻ്റെ ഉള്ളിൽ, 75-76 വയസ്സുണ്ടാവും മരിക്കുമ്പോൾ. അപ്പൊ നിങ്ങളിപ്പോ പറഞ്ഞ ഈ അറിവ് വെച്ചിട്ട് ഞാൻ ഇവർക്ക് റിലേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നാളെ മറ്റന്നാള് വേറൊരാള് വന്നിട്ട് ഞാനും സദാനന്ദന്റെ മോനാണെന്ന് എന്നോട് പറഞ്ഞാല് അഴി എണ്ണേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മരിച്ചുപോയ സദാനന്ദേട്ടന് 4 മക്കളുണ്ട്. മൂത്തൊരു മകൻ സത്യശീലൻ. അച്ഛനായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടൊരു 11 കൊല്ലം മുമ്പ് നാട് വിട്ടതാ. പിന്നെ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുപോയോ എന്ന് വീട്ടുകാർക്കും നാട്ടുകാർക്കും ആർക്കും അറിയില്ല. ഇയാള് മിസ്സായിട്ടിട്ട് ഇപ്പൊ എത്ര വർഷം എന്നാ പറഞ്ഞത്? ഒരു 11-12 ഒരു 11 വർഷത്തിന് മേലെയായിട്ടുണ്ട്. ആണല്ലേ? അപ്പൊ കുഴപ്പമില്ല. അതെന്താ സാറേ കുഴപ്പമില്ലാത്ത? അതായത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം ഒരാൾ മിസ്സായിട്ട് 8 വർഷം കഴിഞ്ഞാൽ പിന്നെ അയാളെ പറ്റി യാതൊരു വിവരവും ഇല്ലെങ്കിൽ നമുക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടും. അതെവിടുന്ന് കിട്ടുക? പഞ്ചായത്തിൽ നിന്ന്. ഈ സത്യശീലനെ കാണാനായപ്പോ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടാവുമല്ലോ? ഉണ്ട് സാറേ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഈ സദാനന്ദേട്ടൻ രാഷ്ട്രീയക്കാരെയൊക്കെ കൂട്ടി സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്തു എന്നൊക്കെ ഉള്ളത് നല്ല ഓർമ്മ ഉണ്ടെങ്കിൽ. അപ്പൊ ഈ പരാതി കൊടുത്ത പേപ്പർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വാങ്ങിയിട്ട് RDO ഒക്കെ അപേക്ഷിക്കണം. അപ്പൊ RDO അന്വേഷണം നടത്തും. എന്നിട്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് മനസ്സിലായാൽ ലോക്കൽ ബോഡിക്ക് ഉത്തരവ് നൽകും. എന്ത് ഉത്തരവ്? ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്തോളാൻ പറഞ്ഞിട്ട്. അങ്ങനെ ആ സർട്ടിഫിക്കറ്റ് ഇവിടെ കൊണ്ട് തന്നാൽ ഈ റിലേഷൻ സർട്ടിഫിക്കറ്റ് ഞാൻ അങ്ങോട്ട് തരും. ഈ വിവരം ഒന്ന് മന്മഥനോട് പറഞ്ഞേക്കണം. അത് ഞാൻ പറയാം സാർ. അപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് പറഞ്ഞ് ഇത് കൊടുന്നാ സർട്ടിഫിക്കറ്റ് കൊടുക്കും. ശരി സാർ. ശരി. ഓക്കെ. വാതിലോർക്കണേ. എടി ഞാൻ പറഞ്ഞല്ലോ നിന്റെ മല്ലിപ്പാട്ടെന്ന് കാശ് എടുക്കാൻ വേണ്ടിയിട്ടല്ല, അതിന് വേണ്ടിയിട്ടല്ല. ഞാൻ അതെന്നും പറഞ്ഞ മാതിരിയല്ല. ഒരു 150 ഉറുപ്പിക ഇട്ട് എനിക്കൊരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട്
ആ കാര്യത്തിന് പോകാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഈ പറഞ്ഞത്. എന്റെ മല്ലിപ്പാട്ടെ പൈസ ഇല്ല നിങ്ങൾക്ക് ക്വാർട്ടർ അടിക്കാൻ. എന്തെന്നാ നിന്നോട് ഞാൻ പറയേണ്ടത്? ക്വാർട്ടർ അടിക്കാനല്ലാന്ന്. എടി ഇന്നേ വരെ അല്ല, ഇനിയിപ്പോ ഇതൊക്കെ പോട്ടെ, നിന്റെ ഇപ്പം മല്ലിപ്പാട്ടയിൽ പൈസ ഞാൻ എടുക്കാനുമല്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞ നീ വിശ്വസിക്കില്ലല്ലോ, അത് വേണ്ട, പോട്ടെ, സാരില്ല. ഇന്നേ വരെ ഈ നിമിഷം വരെ എന്നാ ചേട്ടാ എന്ന് പറഞ്ഞു ഒരു 100 രൂപയെങ്കിലും ഒരു അണ പൈസ ഒന്ന് എവിടെയെങ്കിലും പോയിട്ടൊന്ന് നന്നായി വാ എന്റെ ചേട്ടനൊരു ഇതാവട്ടെ എന്ന് വിചാരിച്ചിട്ട് 1 ഉറുപ്പ്യ നീ തന്നിട്ടുണ്ടേ. പക്ഷെ എങ്ങനെ തരും? കട്ടോണ്ട് പോവല്ലേ എന്റെ മല്ലിപ്പാട്ടേന്ന്? മണ്ടു നീ എന്തിട്ട് പറഞ്ഞ ആട്ടുകാരി കൂട്ടാ? മലയാളം തന്നെ ഞാൻ പറയണത്. അതല്ലേ ഞാൻ ഈ വാതിൽ അടച്ചിട്ടത്. കാര്യം കിട്ടിയ കക്കും നാണുണ്ടോ മനുഷ്യൻ? പിന്നല്ലാതെ ഞാനോ? നിന്നോടൊക്കെ വർത്താനം പറയണ ഈ ജാതി സാധനങ്ങളോടൊക്കെ വർത്താനം പറഞ്ഞ എന്നെ വേണമെന്ന് പറയാനായിട്ട്. അല്ലെങ്കിലും നീയും നിന്റെ കുടുംബക്കാരും ഒക്കെ കണക്ക് തന്നെയാ. ആ നീയും കൊള്ളാം, നിന്റെ ആങ്ങളമാര് തെണ്ടികളുണ്ടല്ലോ അവരും കറക്റ്റാ. ആ എന്താ പെട്ടെന്ന് മുന്നറിയിപ്പൊന്നും ഇല്ലാതെ ബെല്ലും അടിക്കുന്നത് കേട്ടില്ല. ഞാനിപ്പോ പറഞ്ഞ് നാക്കെടുത്തുള്ളൂ നിങ്ങളെ കുറിച്ചിട്ട്. ഞാൻ പറഞ്ഞേ അല്ല, ഞാൻ പറഞ്ഞു നിന്റെ ആങ്ങളമാരത് ആ സർട്ടിഫിക്കറ്റിനൊക്കെ വേണ്ടി തെണ്ടി തിരിഞ്ഞ് അതൊക്കെ കൊണ്ടുവരുമ്പോ കാശിങ്ങട് തായോ എന്ന് മാത്രം പറയരുതെന്ന് ഞാൻ പറയുന്നു. അല്ല അളിയന് ഈ വർത്താനം മാത്രമേ ഉള്ളൂ, ഉള്ളിൽ സ്നേഹമാണ്. കണ്ടു അങ്ങനെ 4 മാസത്തെ പ്രയത്നത്തിന് ശേഷം സത്യേട്ടന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടി കേട്ടോ. എവിടെ? അപ്പൊ ഇത് ബാങ്കിൽ കൊണ്ട് കൊടുത്ത പൈസ കിട്ടും ഇനി? അത് കൊടുത്താൽ കിട്ടൂല, ഇനിയും കുറച്ച് പണിയുണ്ട് അതിന്റെ പുറകില്. അത് ശരി. നമ്മൾ ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയിട്ട് വില്ലേജ് ഓഫീസറുടെ അടുത്ത് കൊടുക്കണം. അപ്പൊ വില്ലേജ് ഓഫീസർ നമ്മുടെ 3 പേരുടെ പേരിൽ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് തരും. ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയിട്ട് ബാങ്ക് മാനേജർക്ക് കൊടുത്താലേ നമുക്ക് പൈസ കിട്ടുള്ളൂ. ഓ അങ്ങനെയാണെങ്കിൽ മണ്ടുവിന്റെ കാശ് എന്റെ കയ്യിൽ തന്നിട്ടാ? അതെ, കാശ് ആരുടെയും കയ്യിലും കാലിലൊന്നും തരൂല. അത് അവരവരുടെ അക്കൗണ്ടിലേക്ക് മാനേജർ തുല്യമായിട്ട് ഇട്ട് തരും. പിന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾക്ക് അവകാശം കിട്ടണമെന്ന് പറഞ്ഞാൽ നിങ്ങളെ ആങ്ങളമാർക്ക് 2 പേർക്ക് അവരവർക്ക് അങ്ങോട്ട് എടുക്കാം. ഇവൾക്ക് കിട്ടുന്ന കാശ് ഞങ്ങൾ 2 ആൾ വേണം പങ്കുവയ്ക്കാൻ. അതെന്തിട്ട് മനസ്സിലാക്കാത്തെ? ഇരിക്കുന്നില്ലേ? ഇരിക്കുന്നുണ്ടോ? ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്കിത് വേറെ അന്യരുടെ ആരുടെ വീട്ടിൽ വന്ന പോലെയാണ് തോന്നുന്നത്. ചായ വേണ്ട അളിയാ? അല്ല അല്ല, ഇരിക്കി. ഇപ്പൊ ഒരവിടെ നിക്കേ. ആള് മരപ്പറ്റിയാണെങ്കിലും നമ്മുടെ കാര്യം നടക്കണ്ടേ, ഒരു മയത്തിൽ നിൽക്ക്. ചേട്ടാ എന്തോന്നേ എന്ത് കാര്യം അന്വേഷിക്കാൻ വന്നാ ഇവിടെ? 2 ചായ ഇട്ട് കൊടുക്കണ്ടേ വീട്ടിൽ ആൾക്കാർ വരുമ്പോ? ഞാൻ പറഞ്ഞു ചായ വേണ്ടാന്ന്. ഞാൻ ചായനെ തരുന്നു. കൂടുതലൊന്നും പറയണ്ട. ഇനി ഈ വാതിൽ തുറന്നിട്ടുണ്ടെങ്കിൽ അറിയാം. ചേട്ടാ എനിക്കൊരു 2 രൂപ. എന്തിനാണ്? അവിടെ ഒരു പിച്ചക്കാരൻ വന്നു. അയ്യോ ചേഞ്ച് ഒന്നുമില്ല എൻ്റെ അടുത്ത്. ഏട്ടാ 2 രൂപ. എൻ്റെ ഉണ്ട്, പക്ഷെ ഞാൻ തരില്ല. ഇപ്പൊ തന്നെ എനിക്ക് ഒരുപാട് തരാണ്ട്. നിന്റെ കെട്ടിയെന്താ നിൽക്കില്ല, അയാളുടെ അടുത്ത് ചോദിക്കും. എന്റെ കൊടുക്കലുണ്ട്. കൊടുക്കൂല. സത്യം പറ. ഇങ്ങോട്ട് എന്താണ് കൊടുക്കണ്ട? ഇയാളെന്തിനും ഇങ്ങോട്ട് വന്നേ? ആരെങ്കിലും കയറി വന്നാൽ വീട്ടിലുള്ളതൊക്കെ എടുത്ത് അങ്ങോട്ട് കൊടുക്കും. അപ്പൊ ഇതുപോലെ കിടന്ന് ഇറങ്ങും. പുറത്തോട്ട് നിൽക്കേ. അങ്ങോട്ട് പോട്ടെ, പുറത്തേക്ക് പോട്ടെ. മണ്ടു മോളെ, വന്നതാ. സത്യേട്ടനാണ് അളിയാ? അത് നിങ്ങളുടെ സത്യേട്ടനാ? അപ്പൊ ഷെയർ 4. സത്യേട്ടാ
മറിമായം